നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. സ്വന്തം നട്ടല് കൊണ്ടുവന്ന് നരേന്ദ്രമോദിയുടെ ഓഫീസിൽ പണയപ്പെടുത്തിയെങ്കിൽ അതങ്ങനെ ആയിക്കോളൂ. ഞങ്ങളില്ല. കൃത്യമായി ഐക്യജനതാദൾ പിളർപ്പിലേക്ക് നീങ്ങുകയാണ്. മുൻകാലങ്ങളിൽ നിതീഷ് കുമാർ, ശരത് യാദവ് ഫാക്ഷനായിരുന്നു ഐക്യജനതാദളിലെ പൊട്ടിത്തെറിയിലെ വലിയ ഘടകം. ശരത് യാദവ് ഐക്യജനതാദൾ വിട്ടതോടെയാണ് നിതീഷ് കുമാറിന്റെ പാർട്ടി ഇങ്ങനെ തകിടം മറിഞ്ഞത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും 43 സീറ്റുകളാണ് ആകെ കിട്ടിയത്. ഇക്കുറി BJPയും ഐക്യജനതാദളും തത്തുല്യ സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. 101 സീറ്റുകൾ വീതം. ഇതിൽ BJP ലക്ഷ്യം വയ്ക്കുന്നത് 80 അതിൽ കൂടുതലോ സീറ്റുകൾ ജയിച്ചെടുത്ത് ഐക്യജനതാദളിനെ വീണ്ടും 40 താഴെ സീറ്റുകളിലേക്ക് തളയ്ക്കുക. അതിനാണ് ചിരാഗ് പാസ്വാനെ മുൻനിർത്തി മറ്റൊരു ഗെയിം കളിക്കുന്നത്. ഇത് മനസ്സിലാക്കിയാണ് ഐക്യജനതാദൾ MPമാർ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്, ലലൻ സിംഗിനോട് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ഇനി ഇങ്ങോട്ടില്ല, ഇനി ലോക്സഭാ അംഗത്വം രാജിവെക്കാൻ തയ്യാറാണ് എന്ന് 4 MPമാർ കൃത്യമായി സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്തയക്കാൻ തയ്യാറാവുകയാണ്. ഐക്യജനതാദൾ MPമാർ രാജിവെക്കുന്നതോടെ ബീഹാറിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വീണ്ടും സമ്പൂർണ്ണമായി സ്വിച്ച് ഓൺ ചെയ്യപ്പെടും. പല മണ്ഡലങ്ങളിലും ഇനി ഉപതെരഞ്ഞെടുപ്പ് നടക്കും എന്ന് വളരെ വ്യക്തം. 40 ലോക്സഭാ സീറ്റുകളിൽ 6ഓളം മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനാണ് സാധ്യത. 2 MPമാർ രാജിക്കത്തിന് തയ്യാറായി നിൽക്കുമ്പോൾ 4 MPമാർ രാജിഭീഷണിയുമായി നിൽക്കുകയാണ്. എന്നാൽ RJD ഇവരെ സ്വാഗതം ചെയ്തിരിക്കുന്നു. നിങ്ങൾ രാജിവെച്ച് റാന്തൽ ചിഹ്നത്തിൽ മത്സരിക്കുക, വിജയം സുനിശ്ചിതമാണ്. RJDയും കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും സമ്പൂർണമായി അവരെ സ്വാഗതം ചെയ്യാൻ നിൽക്കുകയാണ്. ഐക്യജനതാദളിൽ പല MPമാരും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ ഏകാധിപത്യപരമാണെന്നും അവിടെ വോട്ടർ പട്ടികയിൽ നിന്നും അംഗങ്ങളുടെ പേര് ഒഴിവാക്കിയത് ഒരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയില്ല എന്നും ബീഹാറിൽ വരുന്ന മുസ്ലിം വിഭാഗക്കാർ മറ്റ് രാജ്യത്തു നിന്നും കുടിയേറി പാർത്തവരാണ് എന്ന തെറ്റിദ്ധാരണ ജ്ഞാനേഷ് കുമാർ ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുകയാണെന്നും ഇതിന് കൂട്ടുനിൽക്കുകയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു എന്നും ഐക്യജനതാദളിലെ വിമത MPമാർ ഉറച്ച സ്വരത്തിൽ തന്നെ പറഞ്ഞതാണ്. നമുക്കറിയാം, ഇന്ത്യ മുന്നണിയെ ഏത് സംസ്ഥാനത്ത് പരാജയപ്പെടുത്താനും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂട്ടുപിടിക്കുകയാണ് BJP ചെയ്യുന്നത്. അതിന്റെ ഫലമായാണ് പല സംസ്ഥാനങ്ങളും ഇന്ത്യ മുന്നണിക്ക് കിട്ടുന്നതിന് പകരമായി വലിയ അട്ടിമറിയിലൂടെ BJP ജയിച്ചെടുക്കുന്നത്. ഹരിയാനയിൽ നമ്മൾ കണ്ടതാണത്. കോൺഗ്രസ് ബഹുദൂരം മുന്നിലേക്ക് വോട്ടെണ്ണലിന്റെ ആദ്യ റൗണ്ടുകളിൽ പോകുകയും പിന്നീട് ശരവേഗത്തിൽ താഴെ വരികയും ചെയ്യുന്നത് ഒരു വലിയ പ്രതിഭാസമായി BJP അതിനെ ആഘോഷിക്കുകയും ചെയ്തു. മഹാരാഷ്ട്രയിൽ കണ്ടത് വൻ അട്ടിമറിയാണ്. ജനാധിപത്യ അട്ടിമറി. ലോക്സഭയിലെയും നിയമസഭയിലെയും തെരഞ്ഞെടുപ്പുകളുടെ വ്യത്യാസം താരതമ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായും മനസ്സിലാക്കപ്പെടുന്ന ഒന്നാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. BJPയുടെ ഈ തെമ്മാടിത്തരത്തെ പൊളിച്ചെടുക്കാൻ തന്നെയാണ് RJDയും കോൺഗ്രസും ഇപ്പോൾ സംയുക്തമായി പ്രസ്താവനകൾ ഇറക്കിയിരിക്കുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പ് BJPയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കും. ഒപ്പം ജ്ഞാനേഷ് കുമാറിന് പിടി വീണിരിക്കും. ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ കാട്ടുകള്ളനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. അഴി എണ്ണിക്കാതെ വിശ്രമമില്ലെന്നും രാഹുൽ പറഞ്ഞിരിക്കുകയാണ്.